هدى للناس وبينات من الهدى والفرقان، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹിച്ചാൽ ഒരു റമദാന് കൂടെ എത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഭാഷയിലെ റമദാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ സത്യത്തില് 4 ദിവസം നമ്മളോട് യാത്ര പറയാൻ, കണ്ണു ചിമ്മി തുറക്കുന്ന വേഗതയിലാണ് റമദാന് വിട പറയാ എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്രദമായ ഒരു റമദാനായി നിലകൊള്ളാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ സംസ്കരണത്തിന്റെ ദിനരാത്രങ്ങൾ എന്നൊരു തലവാചകത്തിൽ നിന്നിട്ടാണ് കുറച്ചു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഏകദേശം റമദാനുമായി ബന്ധപ്പെട്ട ഖുതുബകളിലെല്ലാം നമ്മൾ വിഷയം ശ്രവിച്ചവരായിരിക്കും. കാരണം റമദാന്റെ മുമ്പ് 2 ആഴ്ച മുമ്പ് തന്നെ അഹ്ലൻ റമദാൻ വിഷയം തുടങ്ങും. ഏകദേശം ഞങ്ങളൊക്കെ ചങ്ങനകുളത്ത് തഖ്വ പള്ളിയിൽ 4 ഖുതുബകൾ മുമ്പ് എങ്ങനെ റമദാനിലേക്ക് ഉള്ളു ശുദ്ധീകരിക്കണം എന്നുള്ള രൂപത്തിലെ വിഷയങ്ങളെ കൊണ്ടുവന്നു. കാരണം എല്ലാ പള്ളികളും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നിരുന്നാലും നമ്മുടെ മനസ്സിലൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ, എന്തിനാണ് അല്ലാഹു തആല റമദാന്റെ തന്നത് എന്നും ഏത് രൂപത്തിലാണ് നമ്മളത് സ്ഫുടം ചെയ്ത് സംസ്കരിച്ചെടുക്കുന്നത് എന്നുള്ളതും അതിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇൽമുകൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. കാരണം അറിവുകൾ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ലൈഫിൽ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് കാര്യമില്ല. ഇപ്പോ എങ്ങനെ സുബഹി നിസ്കരിക്കണമെന്നും അതിന്റെ ഫളൽ എന്താണെന്നും അതിലേതൊക്കെ സുന്നത്ത് വേണമെന്നും ഫർദ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ സുബഹിക്ക് വരാതെ കിടന്നുറങ്ങിയാല് ആ ഇൽമിന് കാര്യമില്ലല്ലോ. അപ്പൊ എന്നത് പറഞ്ഞതുപോലെ നമ്മുടെ മക്കള് അലന്തര ഇവിടെ ദാറുൽ ഖുർആനിലെ മക്കള് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലവര് ബോള് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാക്കക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ പേരിന്റെ ഇനീഷ്യലി കേക്ക് എന്നാണ്.
അപ്പൊ അതുകൊണ്ടാണ് ഇവനെ കാക്കക്കുട്ടി എന്ന് വിളിക്കണത്. അതിനെ അവരായിട്ടിട്ടൊരു പേര്. അപ്പൊ ഞാനിവരെ കളി കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു ചെറിയ പ്ലാവിന്റെ ചോട്ടിൽ അവരെ വിളിച്ചിട്ട് നമ്മളങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, പാടില്ല ഉസ്താദെ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. ഞാനിട്ട് ആയത്തിന്റെ നമ്പറൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ മക്കളാണ്, ആ പ്രായമാണ്. എന്തായാലും അല്ലാഹു തആല നാഫിയായ ഇൽമുള്ള മക്കളായിട്ട് അവരത് വളർത്തിക്കൊണ്ടിരട്ടെ. അപ്പോ അത് പഠനത്തിന്റെ ഒരു രസമാണെങ്കിലും നമ്മള് മുതിർന്ന ആളുകളാണെങ്കിലും ഇൽമ കുറെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേച്ചേരിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് തൃശ്ശൂർ ജില്ലയിലെ ആദ്യകാലത്തെ പള്ളികളുടെ എണ്ണത്തിൽ വന്ന ഒരു പള്ളിയാണ് കേച്ചേരി പള്ളി എന്ന് പറയുന്നത്. മദർ ഹോസ്പിറ്റലിന്റെ പള്ളി, പിന്നെ അതിന്റെ ഒക്കെ ശേഷമാണ് പിന്നെ പൂത്തോളൊക്കെ വരുന്നത്. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് ഖുതുബകളൊക്കെ കേട്ട് ഒക്കെ താഴ്പിച്ചു വരാം. പക്ഷെ അറിവുകൾ ഇൻഷാ അല്ലാഹ് എത്ര കേട്ടാൽ ഈ സദസ്സിനൊരു ബർക്കത്തുണ്ട്. ഇനി വരുന്ന ഞായറാഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലാഹുവിന്റെ ഇല്ല ഹഫത്ത് അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ ആവരണം ചെയ്തിട്ടല്ലാതെ നമ്മളോടൊന്ന് കടന്നു പോകണില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹൽക്കയുടെ പ്രാധാന്യം പറയുന്ന 3 ഹദീസ് ഉണ്ട്. സമൂഹത്തിലേറെ ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ഹദീസാണ് ഹൽക്ക. ഇതിനെ ദിക്ർ ഹൽക്ക, സ്വലാത്ത് ഹൽക്ക എന്ന് പറഞ്ഞ ആൾക്കാരെ ഇതിനെ മാറ്റിത്തിരുത്തിക്കൊണ്ടേതാണ്. റിയാദുസ് സാലിഹിനിലെ കണ്ടിന്യൂ 3 ഹദീസാണ് ഒരേ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അതായത് അള്ളാഹു ഈ ഒരു സദസ്സിനെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ നിശ്ചയിച്ചപ്പെട്ട മലക്കുകളുണ്ട്. അവർ അള്ളാഹിനോട് പറയും, അള്ളാഹുവേ ഇന്നാലിന്ന സ്ഥലത്ത്, ഇപ്പൊ നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ കേച്ചേരിയില് ഇന്ന പള്ളിയില് നിന്റെ അടിമകൾ നിനക്ക് വേണ്ടി ഇന്ന അടിമകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അവരെ സംബന്ധിച്ച് അറിയിപ്പ് കൊടുക്കുമ്പോൾ അള്ളാഹ് പറയും, അവർക്ക് മുഴുവനും ഇസ്തിഗ്ഫാറുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളാം. മലക്കുകൾ പറയും, അള്ളാഹു അതിൽ ഇന്നാലിന്ന വ്യക്തിയില്ലേ, ആ വ്യക്തി ആ സദസ്സിനെ ലക്ഷ്യമാക്കി വന്ന ആളല്ല, അതുവഴി വന്നപ്പോ അവിടുന്ന് കയറിയിരുന്നതാണ്. അപ്പൊ അള്ളാഹ് പറയുമെന്നാണ്, വഹുവ മിൻഹും, അവനും അവരിൽപ്പെട്ടവനാണ്. ഈ ആനുകൂല്യം എല്ലാവർക്കും ഉണ്ട് എന്ന് അള്ളാഹു അറിയിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയുന്ന വിഷയമാണെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ അറിയുന്ന സൂറത്താണെങ്കിലും ശരി, ആ സദസ്സിനൊരു ബർക്കത്തുണ്ട്, അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടും. അതുപോലെ തന്നെ ആ ഇരിക്കുന്ന സമയം ഇസ്തിഗ്ഫാറാണ്, അമലു സ്വാലിഹാത്താണ്. ഇതൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകൾ കൂടെ തയ്യാറെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. റമളാൻ അതാക്കും ശഹ്റു മുബാറക്, അനുഗ്രഹങ്ങളുടെ മാസമായ റമദാൻ അള്ളാഹു നിങ്ങൾക്ക് തന്നു എന്നാ പറഞ്ഞത്. ഈ ബറക്കത്തുடைய മാസം എന്ന് അള്ളാഹു തആല പറഞ്ഞത് ഒരു മനുഷ്യനെ എങ്ങനെ സ്ഫുടം ചെയ്ത് സംസ്കരിച്ച് നല്ല മനുഷ്യനാക്കി വാർത്തെടുക്കാൻ പറ്റുമോ, എല്ലാ അവസരങ്ങളും അള്ളാഹു തആല റമദാനിൽ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇബാദത്തുകളിലൂടെ മനുഷ്യന് മുന്നേറാൻ അവസരം തന്നു, പാപമോചനത്തിന്റെ അവസരം തന്നു, റഹ്മത്തുകളുടെ അവസരങ്ങളെ തന്നു. ഇനി അല്ലാഹു തആല ഒരു മാസങ്ങൾക്കും ഇല്ലാത്ത എല്ലാ പ്രത്യേകതകളും ഈ റമദാനിൽ അല്ലാഹു തആല സംഗമിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ അതിലൊരു സംസ്കരിച്ച് നല്ല മനുഷ്യനായി മാറുമെന്നുള്ളതാണ്. ഇതില് നമ്മൾ എപ്പോഴും റമദാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്നൊരു മുൻധാരണയോടുകൂടെ ഈ വിഷയത്തെ നമ്മൾ ശ്രവിക്കണം. എന്താ നമ്മളുടെ കയ്യിലുള്ള ഒരു ദിവസം 25 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്ത 5 വക്താണോ നമ്മളുടെ കയ്യിലുള്ള? ഖുർആനിലെ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും പാരായണം ചെയ്തത് നമ്മളുടെ കയ്യിലുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇപ്പൊ നമ്മുടെ സഹാബത്തിനെ പറയുമ്പോൾ മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളിൽപ്പെട്ട അസ്ഹാബ് സുഫയിൽപ്പെട്ട സഹാബ. പക്ഷെ അവരുടെ പലരുടെയും അക്കൗണ്ടിൽ അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയിട്ടോ മറ്റും വഖഫുകളുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ കയ്യിൽ അതില്ല. നമ്മുടെ കയ്യിൽ അതില്ല. നമ്മുടെ കയ്യില് ഖത്മുൽ ഖുർആനുകൾ കുറവാണ്. നമ്മുടെ കയ്യിൽ ജമാഅത്തുകൾക്ക് പുറമെ എത്ര തഹജ്ജുദുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഒരു ദിവസം എത്ര സമയം അള്ളാനെ സ്മരിക്കാൻ, അള്ളാനെ ഓർക്കാൻ, അവനോട് മനസ്സ് തുറക്കാൻ, അവനോട് ചോദിക്കാൻ, പാപമോചനത്തിന് വേണ്ടി എത്ര സമയം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ കയ്യിൽ കുറവാണ്. പക്ഷെ നമ്മൾ അള്ളാനോട് ചോദിക്കാനുണ്ട്, പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ എന്ന് അള്ളാനോട് ചോദിക്കാനുണ്ട്. മുത്തനബി പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായ മനുഷ്യൻ ആരെന്നറിയോ? الذي يتبع نفسه هواها وتمنى على الله الجنة. അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളുടെ പിന്നാലെ യാത്ര ചെയ്ത് സ്വർഗം തരണേ എന്ന് പടച്ചവനോട് ചോദിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ഞാൻ പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളിൽപ്പെട്ട അദ്ദേഹം ഭക്ഷണമില്ലാതെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്
ഭക്ഷണമില്ലാതെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളൊന്നും സാധാരണ അങ്ങനത്തെ പട്ടിണിയൊന്നും സാധാരണ അനുഭവിച്ചിട്ടില്ല, ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. കാരണം നമുക്കൊക്കെ എവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. എത്ര ഇടങ്കറായ സമയത്താണെങ്കിൽ പോലും ഉണ്ടാവും. പക്ഷെ നോക്കി, അദ്ദേഹം ഭക്ഷണമില്ലാതെ ബോധം പോയി. അങ്ങനൊക്കെ ജീവിച്ച അദ്ദേഹം രാത്രിയെ 3 പകുച്ചു വെക്കും. ഒരു ഭാഗം റസൂലിൽ നിന്ന് പഠിച്ചത് ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം മാത്രം അദ്ദേഹം കിടന്നുറങ്ങും, ഒരു ഭാഗം അദ്ദേഹം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കും. ഇന്ന് നമ്മൾ ഈ കേച്ചേരി സലഫി പള്ളിയുടെ അകത്ത് നമ്മൾ ഇൽമു ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം റിവായത്ത് ചെയ്തൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിന്റെ പുണ്യം അദ്ദേഹത്തിന്റെ ഖബറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അത്രയൊക്കെ സമ്പാദിച്ചൊരു മനുഷ്യൻ മരിക്കണ നേരത്ത് കരഞ്ഞു. എന്തിനാ അദ്ദേഹം കരയുന്നത്? എനിക്ക് യാത്ര ഒരുപാട് പോകാനുണ്ട്, എന്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗനരകങ്ങളുടെ യാത്ര വിദൂരമാണ്. പക്ഷെ അതിലേക്ക് യാത്ര ചെയ്യാൻ എന്റെ കയ്യിൽ വിഭവമില്ല, എന്റെ കയ്യിൽ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഉതകുന്ന ഒരു മാസമാണ് റമദാൻ. അതാക്കും ഷഹ്റു മുബാറക്. അല്ലാഹു തആല പറയും, മാസത്തിലെ ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് തന്നത് എന്തിനാണ്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറയാ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്നത്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ പൂർവികർക്ക് നിശ്ചയിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാനാണ്, നമ്മളെ സംസ്കരിച്ച് നന്നാക്കാനാണ്. അല്ലാഹു ഈ ഒരു മാസം ഒരു അമലിനെ പറ്റി പറഞ്ഞു, നോമ്പിനെ അല്ലാഹു തആല നമുക്ക് വേണ്ടി തന്നത് നല്ലതാണ് അല്ലേ? എങ്ങനെയാണ് നോമ്പ് കൊണ്ടൊരു മനുഷ്യനെ സംസ്കരിച്ച് നന്നാക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മള് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഇല്ല. എന്തുകൊണ്ടേ ഭക്ഷണം കഴിക്കാറ്? നമ്മുടെ വീട്ടിൽ ഫുഡില്ലേ? ഭക്ഷണം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അത്താഴത്തിന് പാചകം ചെയ്ത ഭക്ഷണം തന്നെ ബാക്കി ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ കഴിച്ചില്ല. നമ്മൾ ജോലി ചെയ്ത് നമ്മളുടെ അവകാശത്തിൽപ്പെട്ട വെള്ളം നമ്മളുടെ വീട്ടിൽ നമ്മൾ കുടിച്ചില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹു പറഞ്ഞു കഴിക്കണ്ട, അല്ലാഹു പറഞ്ഞു കുടിക്കണ്ട. അങ്ങനെ അല്ലാഹുക്ക് വേണ്ടി മാറ്റിവെച്ചൊരു മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞ നമ്മുടേതല്ലാത്ത മറ്റൊരാളുടെ മുതലിനോട് അത്യാഗ്രഹം ഉണ്ടാവുക? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളിൽ തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ അറിയോ? മനുഷ്യന്റെ പരാജയത്തിൽ വരുന്ന ഒരു മേഖല ഒന്നുകിൽ മറ്റൊരാളിൽ നിന്ന് വഞ്ചനയായി ചതിയായി കവർന്നെടുക്കുന്ന സമ്പത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കി, അവിടെ അല്ലാഹു തആല, ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ സലഫികളൊക്കെ ചിന്തിക്കേണ്ട വെച്ചാല്, വിശ്വാസത്തിൽ ശൈത്താനെ നമുക്ക് പിടിക്കാൻ കിട്ടിയില്ല, വിശ്വാസത്തിൽ പിടിക്കാൻ കിട്ടിയിട്ടില്ല, നമ്മുടെ തൗഹീദിൽ എത്തിപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അതിന്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തു പോയ കാണാം, പെരിച്ചായിനൊക്കെ കാണുമ്പോൾ അങ്ങനെ തൊഴു ആൾക്കാർ. പെരിച്ചായിക്ക് പോലും അറിയില്ല ഞാൻ ഇത്രയും വലിയ ആദരണീയ വ്യക്തിത്വമാണ്. ആ പെരിച്ചായി കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് ഓടിയ ഈ കൂപ്പുകൈ കൊണ്ട് മനുഷ്യൻ ഇങ്ങോട്ടും ചാടും. അത്രയൊക്കെ പിന്നെ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളൊന്നല്ല, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ അവർക്ക് എന്തില്ല, തിരിച്ചറിവുണ്ടായിട്ടില്ല. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തിട്ടുണ്ട്. വള്ളീനെയും മരത്തിനെയും കോഴിയെയും പാമ്പിനെയും ഒന്നും ആരാധിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ശൈത്താന് പിടിക്കുക ഈ മേഖലയിലാണ്. പക്ഷെ ഇവിടെ ഒക്കെ മനുഷ്യനുള്ള ഏറ്റവും വലിയ ചാബല്യം എന്താണെന്നറിയാം? 2 രീതിയിലാണ് മനുഷ്യന്മാർ അതിനെ സമീപിക്കുക. അപ്പൊ നമ്മൾ കേച്ചേരിക്കൂടെ അങ്ങനെ പോവാന്ന് വിചാരിച്ചോ, അവിടെ ബിൽഡിങ്ങിന്റെ ഒരു ഓണറാണ്, ഇയാൾ പറയാൻ അറിയോ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ എന്റെയാണ്. അങ്ങനെ മനുഷ്യൻ പറയാം. ഇനി ഒന്നും കയ്യിൽ ഇല്ലാത്തവനാന്ന് വിചാരിച്ചു, അയാൾ എന്താ പറയുന്നറിയോ? ഞങ്ങളുടെ വല്യപ്പാന്റെ കാലത്ത് ഇതൊക്കെ ഞങ്ങളിരുന്നു, പിന്നൊക്കെ പോയതാണ്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ അതിലൊരു അഭിമാനം നടിക്കാൻ മനുഷ്യൻ ശ്രമം നടത്തും. അല്ലാഹുവിന്റെ ഖുർആൻ 28 അധ്യായം സൂറത്തുൽ ഖസസിലെ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ, മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളാണ്. ഒരുപാട് സമ്പത്ത് കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ താക്കോൽ കൂട്ടങ്ങളെ വഹിക്കാൻ കുതിരകൾ ഉണ്ടായിരുന്നു, നല്ലതാണ്. അത്രയും വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു. ശരീരത്തിലെ തങ്കാഭരണങ്ങളെ പ്രദർശിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന ആളുകൾ. പക്ഷെ എനിക്ക് ആയത്ത് തോന്നിയൊരു അത്ഭുതം എന്തെന്നറിയോ? 2 നിലപാടുകളെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഒന്ന്,
പാവപ്പെട്ട സാധാരണക്കാരൊക്കെ പറഞ്ഞു യാ ലൈതനി മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയ പോലെ ഞങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സാധാരണക്കാർ പറഞ്ഞു. പക്ഷേ ഹൃദയത്തിൽ അചഞ്ചലമായ ഈമാനിന്റെ ആളുകളൊക്കെ പറഞ്ഞു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ അമിതമായി അഹങ്കരിക്കണ്ട, ആഹ്ലാദിക്കണ്ട. അമിതമായി അഹങ്കരിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. രണ്ട് നിലപാട് നോക്കി. ഒന്ന് സാധാരണക്കാരൻ എന്താ പറഞ്ഞത്, അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നതെന്നറിയോ, എന്നെ എം എ യൂസഫലി ആക്കണേന്നാണ് അല്ലെ. കുറെ കാലം പ്രാർത്ഥിച്ച് ഉത്തരല്ലെങ്കിൽ പിന്നെന്താ പറയുന്നറിയോ, എം എ യൂസഫ് അലീനെ എന്നെ പോലെ ആക്കണേ. കാരണം അത്രയൊരു ദുഷ്ടതരം മനുഷ്യനുണ്ട്. ആ ഒരു ചിന്താഗതിയെ ഉടച്ചു കളഞ്ഞ് അവനെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു തആല നോമ്പിനെ നിർബന്ധമാക്കി തന്നത്. അല്ലാഹ് പറയല്ല അല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയാണ്. കാരണം സ്വന്തം അധ്വാനിച്ചത് പോലും തിന്നണില്ല, സ്വന്തം വീട്ടിലുള്ള വെള്ളം പോലും കുടിക്കണില്ല. അല്ലാഹ് പറഞ്ഞു കുടിക്കണ്ടെന്ന് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശീലിക്കുന്ന മനുഷ്യൻ ഒരിക്കലും മറ്റൊരാളുടെ മുതൽ കൈയടക്കി വെക്കാൻ അയാൾക്ക് അധികാരം, ചിന്ത വരില്ല. അള്ളാഹു തഖ്വ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഖുർആനിലെ 187 ആയത്ത്, അവന്റെ ഇണകളിൽ നിന്ന് പോലും വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. റമദാനിന്റെ പകലിൽ തന്റെ ഇണയോട് താല്പര്യം തോന്നിയാലും വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസക്കാലം ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ സിന പോലുള്ള വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ അവനെ കാണാ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ്. ഇനി അല്ലാഹു തആല പറഞ്ഞ നിയമം നോക്കി. അഥവാ ഒരാൾ ആ നിയമത്തിനെ ലംഘിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഇണയുമായി ഒരു റമദാനിന്റെ പകലിൽ ഒരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനോട് പ്രായശ്ചിത്തം പറഞ്ഞെന്നറിയോ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. ഒരാൾ 56 ദിവസം നോമ്പെടുത്തിട്ട് ഒരെണ്ണം വിട്ടുപോയി, പിന്നെ എവിടുന്ന് തുടങ്ങണം? ഒന്നും തുടങ്ങണം. എന്തിനാ അല്ലാഹു തആല ഇത്ര കർശനമായി നിയമം വെച്ചത്? മനുഷ്യൻ പിഴക്കാനുള്ള രണ്ടാമത്തെ സാഹചര്യം വരുന്നത് അവന്റെ സദാചാര മേഖലയിലാണ്, ലൈംഗിക വിശുദ്ധിയിലാണ്. ആ മേഖലയിൽ നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാൻ, നിങ്ങളെ സംസ്കരിക്കാനാണ് അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ തന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇനി സാംസ്കാരിക മാനസികമായിട്ടുണ്ടാവേണ്ട കുറച്ച് ശുദ്ധിയുണ്ട്. ഹൃദയത്തെ തഴുകി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നോമ്പാകണമെങ്കിൽ നോക്കേ, വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമ. എത്രയോ നോമ്പുകാരാണെന്നറിയോ, അവരുടെ നോമ്പ് കൊണ്ട് ദാഹമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭ്യമല്ല. വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹറു. എത്രയോ നിന്ന് നമസ്കരിക്കുന്ന ആളുകളാണ്, അവരുടെ നമസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭ്യമല്ല. നോമ്പ് കൊണ്ട് ദാഹമുണ്ടായി എന്നല്ലാതെ, രാത്രി നിസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ടെന്നറിയോ? നാവിനെ ശുദ്ധീകരിച്ചില്ല, നാവിനെ നിയന്ത്രിച്ചില്ല. അപ്പോ നാവിനെ നിയന്ത്രിക്കേണ്ടത് പകല് മാത്രമാണോ? അല്ലല്ലോ, രാത്രിയും പറഞ്ഞില്ലേ? റമദാനിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ, ശരിക്കും ശ്രദ്ധിക്കട്ടെ, റമദാനിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നത് വരെ അവന്റെ നാവ് കൺട്രോൾഡ് ആയിരിക്കണം എന്നാണ്. എങ്കിലേ നോമ്പ് കിട്ടണുള്ളൂ, എങ്കിലേ രാത്രി നിസ്കാരം കിട്ടണുള്ളൂ. എന്താ വാക്ക്? എത്രയോ നോമ്പുകാരൻ അവരുടെ നോമ്പ് കൊണ്ട് ദാഹമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ ചെറിയ മക്കളെ കണ്ടിട്ടില്ല നിങ്ങള്? അവര് നോമ്പെടുത്താൽ ഇടക്കിടക്ക് മുഖം കഴുകും, ഇടക്കിടക്ക് ഒതു കൊടുക്കും, ഇടക്കിടക്ക് വായ കുപ്പിളിക്കും. എന്തിന്? അറിയാതെ കുറച്ച് വെള്ളം കുടിക്കാൻ. മനഃപൂർവ്വമല്ലല്ലോ. ഞാൻ നോമ്പ് ഒന്നിന്റെ അന്ന് മോളോട് ചോദിച്ചു, വെള്ളം എത്ര പ്രാവശ്യം കുടിച്ചു? അപ്പൊ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു, ഒന്ന്. അപ്പൊ എന്നോട് അത് മറന്നിട്ട് കുടിച്ചാണ്, കുഴപ്പമില്ല. അപ്പോ നമ്മള് സാധാരണ അങ്ങനെയാണല്ലോ ചെറുപ്പത്തിൽ. ഇപ്പൊ ഒരുപക്ഷെ നമ്മളൊക്കെ കുട്ടിക്കാലം അങ്ങനെ ആയിരിക്കും, ഇടയ്ക്ക് ഇങ്ങനെ അറിയാതെ ഒന്ന് വെള്ളം കുടിക്കും, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ രക്ഷിതാക്കളുടെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിസ്കാരത്തിന്റെ അതേ ഹുക്കുമാണ് നോമ്പിനും. അതായത് 7 വയസ്സ് മുതൽ മക്കളോട് എന്ത് ചെയ്യണം? നിസ്കാരം കൂടെ കൽപ്പിക്കണം. ഓൻ ചിലപ്പോൾ ഇതിൽ കൂടെ പോയിട്ട് അതിൽ കൂടെ വരും. കണ്ടാല് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നിസ്കരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കരിക്കും. നേരെ മറിച്ചിട്ട് നമ്മളതിന്റെ പിന്നാലെ കൂടി നിസ്കരിച്ചു, എവിടെ നിസ്കരിച്ചു, കാലം നോക്കട്ടെ, ചെവി നോക്കട്ടെ, തല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഉമ്മ വെള്ള തുണി കൊണ്ട് കാലും അങ്ങനെ തുടക്കും, നിസ്കരിച്ചെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. കാലിന്റെ മടമ്പും അങ്ങനെ തുടക്കുക. അപ്പൊ അതിൽ ചെളി ഉണ്ടെങ്കിൽ പറയും നിസ്കാരം ശരിയായിട്ടില്ല, ഒന്നുകൂടെ നിസ്കരിക്കണം എന്ന് പറയും. അപ്പോ മക്കൾ അങ്ങനെയാണ്, അവരിങ്ങനെ വരും പറയണം. നേരെ മറിച്ചിട്ട്
നമ്മളുടെ മുമ്പിൽ അവർ ബോധ്യപ്പെട്ടിട്ട് നിസ്കരിക്കണില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ച് അറിഞ്ഞു എന്ന് തോന്നിയിട്ട് നമ്മൾ അവരെ വിട്ടുകൊടുത്താല് അവർക്ക് അത് വേറൊരു വള കിട്ടാം. നേരെ മറിച്ച് അറിയാത്ത പോലെയാണെങ്കിൽ അങ്ങനെയാണ് വിട്ടുകൊടുക്കുക. നോമ്പാണെങ്കിൽ മക്കളോട് 7 വയസ്സ് മുതൽ എന്ത് ചെയ്യണം? നോമ്പെടുക്കാൻ പറയണം. 10 വയസ്സായാല് ഒന്ന് കർശനമായിട്ട് പിടിക്കണം. പക്ഷെ 7 വയസ്സ് മുതൽ നിരന്തരം പറയുന്ന ഒരു രക്ഷിതാവിനെ, 7 വയസ്സ് മുതൽ നിരന്തരം നിസ്കരിപ്പിക്കുന്ന ഒരു രക്ഷിതാവിനെ അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം മക്കൾ അങ്ങനെ വെള്ളം കൊടുക്കുക. എന്നോട് കഴിഞ്ഞ എന്റെ മുമ്പത്തെ റമദാനിലെ വൈഫ് പറഞ്ഞു, മോള് ഒളിച്ചെന്നിട്ട് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാൽ സ്കൂളിൽ പോയിട്ടാണ്. വൈഫ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണം അതേ സ്കൂളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പൊ ഒരു പില്ലറിന്റെ അപ്പുറത്ത് നിന്നിട്ടാണ്. അപ്പൊ ഓഫീസിൽ CC ക്യാമറയിൽ പിക്ചർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണല്. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു എന്താ വേണ്ടി വെച്ചു. ഞാൻ പറഞ്ഞു അറിഞ്ഞ ബാബയെന്ന് അടിക്കണ്ട, ഞാനോട് പോയിക്കോട്ടെ. അപ്പോ ഒരുപക്ഷെ മക്കൾക്ക് നമ്മൾ അര നോമ്പ്, മുക്കാ നോമ്പ്, ഫുൾ നോമ്പ് അങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ദാഹം നോമ്പുകാരനൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ അനുഭവിച്ച ദാഹമില്ലേ, അത് അല്ലാന്റെ അടുക്കലും പാഴാണ്. ഒരു ഉപകാരം ഉണ്ടാവില്ല. രാത്രി തറാവീഹിന് വന്നിട്ട് ഉറക്കം പോയിട്ടില്ലേ, ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക്, തറാവീഹിന്റെ ലക്ഷ്യത്തിലേക്ക്, റമദാന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ സംസ്കരണം എങ്ങനെ വരണമെന്നറിയോ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞു. എന്താണ്? മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജാ അയ്യദഅ തുആമുഹു വശറാബുഹു. ഒരാൾ നോമ്പുകാരനായി കള്ളം പറയുന്നത് ഒഴിവാക്കുന്നില്ലെങ്കിൽ, കള്ളമായ പ്രവർത്തനങ്ങളെ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജാ, അല്ലാഹുക്ക് യാതൊരു ആവശ്യവുമില്ല. അയ്യദഅ തുആമുഹു വശറാബുഹു, അവന്റെ ഭക്ഷണപാനീയം അവൻ ഒഴിവാക്കുന്നത് കൊണ്ട് അല്ലാഹുക്ക് യാതൊരു ആവശ്യവുമില്ല. നോമ്പുകാരനായി കള്ളം പറയുന്നുണ്ടോ, കള്ളമായ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, അവന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, അവന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട. നോമ്പെടുത്തിട്ട് നുണ പറയാ. നോമ്പ് നമ്മള് എന്തിനാ നുണ പറയില്ല? ഒന്ന് ഹലാലായ നുണ, അത് നമ്മൾ എന്നിട്ട് ഹുക്കുമാണ്. എന്ത് ഹലാലായി, അത് പ്രശ്നമില്ല അല്ലേ? ഇയാക്കും അൽ മുഹ്തഖിറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് ഗൗരവത്തോടെ നമ്മൾ കാണുന്നതാണ്. ഹലാല് നുണ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ റസൂല് ഒരു യാത്രക്കിടെ സഹാബത്തിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോരുത്തരും ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോരുത്തരും ഒരു കമ്പ് കൊടുന്നു. ആ കൊണ്ടുവന്നത് കൊണ്ട് മാംസം വേവിക്കാൻ, ഒരു വലിയ തീയാക്കിയിട്ട് മാംസം വേവിക്കാൻ. കാരണം എന്തുകൊണ്ടാ പറഞ്ഞേ? ഒരു കമ്പ് കൊണ്ട് ഒന്നുമല്ല. പക്ഷേ ഇതുപോലെ വരുന്ന പലതും നമ്മളെ നശിപ്പിച്ചു കളയാൻ മാത്രമുള്ള പാപങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ ശാഖ മനസ്സെന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട് പറയാൻ, കളവ് പറയരുത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിഷയം, നമ്മൾ കളവ് പറയല് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തമാശക്ക് വേണ്ടിയിട്ട് കളവ് പറയും. ഇതുപോലെ ഇപ്പോ വളരെ നർമ്മം പറയുന്ന, ഹാസ്യം പറഞ്ഞ ഒരു നിയമസഭ സാമാജികനാണ് സിദി സാഹിബ് എന്ന് പറയുന്നത്. പ്രധാനം ചെയ്യേണ്ട മരണപ്പെട്ട വ്യക്തികളാണ്. നമ്മൾ അവരെ സ്മരിക്കുമ്പോൾ ആരാണെങ്കിലും നമ്മൾ അവർക്ക് ദുആ ചെയ്യണം. അപ്പൊ എന്താണെങ്കിലും, പക്ഷെ അദ്ദേഹം പറയാത്ത, അദ്ദേഹം ഓർക്കാത്ത, അദ്ദേഹത്തിന്റെ ഒന്നുമില്ല, നമ്മൾ വെറുതെ അയാളുടെ പേരിട്ട് പറയും. എന്തിനാണ്? ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി പറയും. അങ്ങനെയുള്ള ആളുകളെ പറ്റി മുത്തനബി എന്താ പറഞ്ഞത്? അവനെ നാശമാണ്, നാശമാണ്, നാശമാണ്. 3 വട്ടം ലോകത്തിന്റെ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു, അവന് നാശാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാം. പിന്നെ നമ്മൾ കളവ് പറയല്, നമ്മളെ കയ്യിലുള്ള കച്ചവട വസ്തു വിറ്റുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നുണ പറയലുണ്ട്. സാധാരണ ഇല്ലാത്ത ക്വാളിറ്റി പറയും, അല്ലെ പിന്നെ വല്ലാഹി എന്ന് പറയും. ഇസ്ലാം അനുവദിച്ചതിൽ അധികരിപ്പിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സത്യം ചെയ്യൽ. സത്യം ചെയ്യൽ അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അധികരിപ്പിക്കാൻ പാടില്ല. വല്ലാഹി 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 ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് പറയാം. അതുപോലെ തന്നെ ചിരിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അമിതമായിട്ട് ഇങ്ങനെ ചിരിച്ചു നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രി പുറത്തിറങ്ങാൻ അനുവാദമുണ്ട്, പക്ഷെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്. ഇന്നത്തെ പുതിയ ട്രെൻഡില്ലേ ചായ കുടിക്കാൻ പോക്ക്, അള്ളാന്റെ ദീനിൽ അനുവാദം ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ ലൈഫിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും, നമ്മൾ അറിയില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ, അത്യാവശ്യം എമർജൻസി കാര്യമുണ്ടോ, പുറത്തിറങ്ങാൻ പാടില്ല എന്നോ പോകാൻ പാടില്ല ഒന്നുമില്ല, നമുക്ക് പുറത്തു പോവാം, പക്ഷെ അധികരിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഇസ്ലാം 6ഓളം കാര്യങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് അമിതമായി സത്യം. അപ്പൊ കള്ളം പറഞ്ഞിട്ട് ഒരു കച്ചവട വസ്തുക്കളെ വിറ്റഴിച്ചാൽ അപകടം എന്താണെന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട്
അവരോട് സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് പടച്ചോൻ തിരിഞ്ഞു നോക്കൂല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു സംസ്കരിക്കില്ല എന്ന, കാരുണ്യത്തിന്റെ നോട്ടം പോലും അല്ലാഹു അവരെ നോക്കൂല എന്ന. ഇതിങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു പഴയ ഗൾഫേരൊക്കെ ഇല്ലേ ഇവിടെ, പഴയ ഗൾഫേര് 1.5 കൊല്ലം 2 കൊല്ലം കൂടുമ്പോ നാട്ടിക്ക് വരണവര് ഒരു കത്ത് അയച്ചിട്ട് 2 ആഴ്ച കൂടുമ്പോ മറുപടി കിട്ടുന്ന ആൾക്കാര്, ടാപ്പ് റെക്കോർഡറിൽ വോയിസ് അയച്ചിട്ട് അതും കവറിലിട്ട് അയച്ചിരുന്നവര്, ആഴ്ചയിൽ വെള്ളിയാഴ്ച കോളിന് വേണ്ടി കാത്തിരുന്നവര് അല്ലെ. നമ്മളൊക്കെ എന്തിനാ അധ്വാനിച്ചത്? കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഭക്ഷണം പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്തു. ഞാൻ പുരുഷന്മാരോടൊക്കെ കൂടെ പറയാം, നമ്മൾ പലപ്പോഴും അധ്വാനിക്കുന്നത് നമ്മൾ സുഖിച്ച് ജീവിക്കലില്ലല്ലോ. സ്കിപ്പ് ചെയ്യും, ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യലുണ്ട്, കുടുംബത്തിന് ശേഖരിച്ച് വെക്കലുണ്ട്. ലേബർ ഏരിയയിലൊക്കെ കട്ടിലിന്റെ ചോട്ടിൽ ഒരു പെട്ടി ഉണ്ടാവും, കിട്ടിയതൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേനും സ്വരൂപിച്ച് വെക്കാൻ. കലണ്ടറിലൊക്കെ കോളം വെട്ടി ദിവസങ്ങളെ കാത്തിരിക്കും. എന്തിനാ? ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. നാട്ടിക്ക് വിളിച്ചറിയിക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം വരുവാണ്. മനസ്സില് ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. നെടുമ്പാശ്ശേരി എയർപോർട്ടില് ഞാൻ വരുമ്പോ എന്നെ കൈവീശ് സ്വീകരിക്കാൻ ആളുണ്ടാവും. നിങ്ങൾ ആലോചിച്ചൊക്കെ, എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് ബാഗേജ് ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ എടുത്ത് പുറത്തൊക്കെ വേഗം ഓടി വരുമ്പോ ഒരു മനുഷ്യന് നമ്മളെ വിളിക്കാൻ വന്നിട്ടില്ലെങ്കിൽ മനസ്സിലൊരു സങ്കടം തോന്നൂലേ? എന്നെ ആരും, എന്റെ കുടുംബത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇനി എന്റെ യാത്രക്കിടയിൽ വല്ല തടസ്സാണോ? ഒരു എയർപോർട്ട് ടാക്സി എടുത്ത് വീട്ടിൽ വന്ന് വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചപ്പോ സ്വന്തം ഭാര്യ ഡോറ് തുറന്നിട്ട് ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് തിരിച്ചു പോയാലോ? മനസ്സ് വേദനിക്കൂലേ? ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് തോന്നൂലേ? നിസ്കാരമായി, സക്കാത്തായി, നോമ്പായി, ഹജ്ജായി അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോടുള്ള സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് റബ്ബ് നോക്കൂല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു സംസ്കരിക്കില്ല. ആരാ? അല്ലദീ യബീഉ സിൽഅതഹു ബിൽ ഹൽഫിൽ കദിബ്, കള്ളം പറഞ്ഞിട്ട് കച്ചവട വസ്തുക്കളെ വിറ്റഴിച്ചവരെ അല്ലാഹു തിരിഞ്ഞു നോക്കൂല. ഈ അപകടം നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ, അതിന്റെ ചെറിയ നാമ്പ് പോലും തുരത്ത് കളയാൻ അല്ലാഹു പറഞ്ഞു, നോമ്പ് അല്ലാഹു സ്വീകരിക്കണോ? രാത്രി ഇബാദത്തുകൾ വേണോ? കളവുണ്ടാവരുത്, കള്ളത്തരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒളിച്ചുവെക്ക, പാത്തുവെക്ക, കള്ളമായ പ്രവൃത്തികൾ ചെയ്യുക. ആ നോമ്പിൽ കാര്യമില്ല. നോമ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? നോമ്പ് ഖളാ വീട്ടണം എന്നല്ല. നേരെ മറിച്ച് എങ്ങനെയാണ്? ഇപ്പൊ വെള്ളിയാഴ്ച ഒരാള് ജുമയുടെ നേരത്ത് പള്ളിയിൽ വന്നു വിചാരിക്കുക, അയാൾക്ക് ഖുതുബ കിട്ടിയില്ല. ആള് വരുമ്പോ ഇമാമ് ജുമക്ക് വേണ്ടി കൈകെട്ടുന്ന നേരത്തെ വന്ന് അയാൾ പിന്നെ ളുഹർ നിസ്കരിക്കണം? വേണ്ട, അയാൾക്ക് ജുമ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജുമ എന്ന ഫള് അയാൾക്ക് കിട്ടുമോ? ഇമാം മിമ്പറിൽ കയറിയാൽ മലക്കുകൾ എന്ത് ചെയ്യും? ജുമയുടെ ഫള് രേഖപ്പെടുത്തുന്ന മലായികത്തുകൾ അവരുടെ ഗ്രന്ഥം അടച്ചു വെക്കും. അയാളുടെ ഒരു ഫർള് വീടി അയാൾക്ക് ളുഹർ മടക്കി നിസ്കരിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജുമ എന്ന മഹത്വം അയാൾക്ക് കിട്ടിയില്ല. ഒരു നോമ്പെടുത്ത് പോയി എന്നല്ലാതെ ഈ റമദാനിന്റെ നോമ്പിന്റെ ഫള് കളവ് പറഞ്ഞൊരു മനുഷ്യന് കിട്ടൂല. ഒരു കള്ളത്തരം ചെയ്ത ഒരാൾക്ക് അത് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ശീലിക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്തെ വിഷയം, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ജുന്നാ, നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. മാലം യഖറഖഹാ, അതിനെ നിങ്ങൾ പൊട്ടിച്ചു തരിപ്പണമാക്കാതിരിക്കുന്നിടത്തോളം കാലം. ബിമ യഖറഖഹാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റസൂലേ നോമ്പെന്ന് പറയുന്ന പരിച അത് തകരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഒന്നുകിൽ കള്ളം പറയലാണ്, അതല്ലെങ്കിൽ പരദൂഷണം പറയലാണ്. പരദൂഷണം പറഞ്ഞാല് നോമ്പതിന്റെ വഴിക്ക് പോകുന്ന ഒരാളുള്ള കാര്യം പറയാൻ പറ്റുമോ ചോദിച്ചു റസൂലുള്ളാഹിനോട്. ഇല്ലാത്തതാണെങ്കിൽ അത് കളവായില്ലേ? അപ്പൊ ഉള്ളത് പറയലാണെന്ത്? പരദൂഷണം. ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ്, ഉള്ളത് പറഞ്ഞാൽ പരദൂഷനാണ്. രണ്ടും പറയാൻ പാടില്ല. ചില ആൾക്കാർ വന്ന് പറയുമല്ലോ, ആരോടും പറയണ്ടട്ടോ, ചെവി കൊടുത്തു പോകണ്ടട്ടോ. നമ്മളുടെ നോമ്പ് ഫസാദാവും, അവരെ നോമ്പ് ഫസാദാവും. ഈ ആരോടും പറയണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ ഹോബിയുള്ള ആൾക്കാരാണ് അത്തരം സംസാരമായിട്ട് വരിക. നമുക്കതുകൊണ്ടൊരു ഉപകാരമില്ലേ? നമ്മളത് കേൾക്കാൻ നിൽക്കരുത്. നമുക്കത് കേട്ടിരിക്കും. കാരണം വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസന, ലിക്കുല്ലി എന്ന് പറഞ്ഞു എല്ലാ ഓരോരുത്തർ പറഞ്ഞോനും കൊടുങ്ങും, കേട്ടോനും കൊടുങ്ങും, ആസ്വദിച്ചോനും കൊടുങ്ങും, തലോട്ടിയോനും കൊടുങ്ങും. അതുകൊണ്ട് അത്ര ഗൗരവ ആ വിഷയത്തിൽ നമ്മൾ കാണിക്കണം. പരദൂഷണം പറയാന്ന് പറഞ്ഞാല് ഉള്ള കാര്യം തന്നെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അത് കേട്ടിങ്ങനെ ആസ്വദിക്കാം, അത് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഞാൻ പച്ചക്കങ്ങ് പറഞ്ഞുതരാം. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം എന്ന വ്യക്തിയെ ഞാൻ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചാല് എന്റെ സംസാരം വൃഥാവില്ല. എന്റെ പുണ്യം അയാൾ കൊണ്ടുപോയെന്നല്ലാതെ
എനിക്ക് വല്ല ഗുണമുണ്ടോ സംസാരം കൊണ്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, എങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ പറ്റൂല, പരദൂഷണം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. നേരെ മറിച്ച് അദ്ദേഹം ഒരു മുടി കൊണ്ടുവന്നു, ഈ റമദാനിൽ വരെ അത് 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞു. അത് ആളുകളെ കൊണ്ട് കുടിപ്പിച്ചു. അതുകൊണ്ട് പണം വാങ്ങി വ്യാപാരത്തിൽ ഇറങ്ങുമ്പോൾ ആ പണി തെറ്റാണ്. ഇത് മതചൂഷണമാണ്, റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്തലാണ്. അതുകൊണ്ട് ആ വിഷയത്തെ ഇന്ന വ്യക്തി ചെയ്യുന്ന ഈ പ്രവൃത്തി സമൂഹത്തിന് ദോഷമാണെന്നുള്ളത് കൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമുക്കത് പറയണമെന്നില്ല, തെറ്റില്ല. നേരെ മറിച്ച് അദ്ദേഹത്തോടുള്ള അസൂയ കൊണ്ടോ അയാളെ വ്യക്തിപരമായിട്ടോ ഞാൻ സംസാരിച്ചാൽ അത് പരദൂഷണമാണ്. അതല്ലാത്ത രൂപത്തില് ഇനിയിപ്പോ ഒരാളിലുള്ള കാര്യം തന്നെ ആ വ്യക്തിയോടെ നമ്മൾ സൂചിപ്പിക്കണ്ടേ. ഒരാളൊരു തെറ്റ് ചെയ്യുന്ന കണ്ട നാട്ടുകാരോടല്ല പറയണ്ടേ, ആദ്യം ആ വ്യക്തിയോട് പറയാം. അതൊരു പക്ഷേ അയാൾ നന്നാവാൻ കാരണമാവും, അത് ഒഴിവാക്കാൻ കാരണമാവും. അതല്ലാതെ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് പറഞ്ഞ് ആസ്വദിക്കൽ എന്താണ്, പരദൂഷണമാണ്. നോമ്പ് അതിന്റെ വഴിക്ക് പോകും, ഉള്ള കാര്യം ആയിക്കോട്ടെ, പറയാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ വീണ്ടും നാവിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞൊരു വിഷയമാണ്. നോക്കേ, നിങ്ങളൊരു ദിവസത്തിൽ നോമ്പുകാരനാണോ, അവൻ അശ്ലീലമായ പദം പറയരുത്, അസഭ്യവർഷങ്ങൾ നടത്തല്ലേ, ആരെയും ചീത്ത പറയാനും പാടില്ല. ഇനി ഒരാളിങ്ങോട്ട് ചീത്ത വിളിച്ചാ, അതല്ല ഇങ്ങോട്ട് ശണ്ട കൂടാൻ വന്നാൽ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് മിനിമം 2 പ്രാവശ്യമെങ്കിലും അവൻ പ്രതികരിക്കണമെന്നാണ്. ഒരാളും കണ്ട് ചീത്ത വിളിച്ചാൽ എന്താ പറയണ്ടേ, ഞാനൊരു നോമ്പുകാരൻ. ആരും അശ്ലീലമായ ഒരു പദം ഉപയോഗിക്കരുത്, ചീത്ത പറയാൻ പാടില്ല, മോശപ്പെട്ട പദം. എന്താണെന്നറിയോ, ചില വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് പ്രശ്നമില്ലാതാവും. പറഞ്ഞിട്ട് പ്രകടനപരത എന്നാണ് അതിന് പറയാ. നമ്മളിപ്പോ ചില നാട്ടില് ചില പദങ്ങൾ ഇപ്പോ തെക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്ന നമുക്ക് വലിയ തെറിയായിട്ട് തോന്നണത് അവർ യൂഷ്വലി ഉപയോഗിക്കുന്നതായിരിക്കും. അതുപോലെ അങ്ങനെ നമ്മൾ പറയേണ്ട അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു വാക്ക്, റസൂലുള്ള വിലക്കിയ ഒരു വാക്ക് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. അത് നോമ്പിനെ ബാധിക്കുന്നതാണ്. എത്രത്തോളം അറിയോ, സ്വഹാബത്ത് മനുഷ്യന്മാരാണല്ലോ, അവർ തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിനെ കൈകൊണ്ടൊന്നും ഇങ്ങനെ തള്ളി. സങ്കടം വന്നപ്പോ അവിടെ നിന്ന് അബൂദർ പറഞ്ഞു, ഇബ്നു സൗദാ, കറുമ്പീടെ മോനെ, കറുമ്പീടെ മകനെ. ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ പ്രവാചകന്റെ മുന്നിലൂടെ കടന്നവരാണ്. റസൂലേ, ആരെന്നെ വിളിച്ചാലും ഇത്രയും സങ്കടം എനിക്ക് തോന്നൂല, പക്ഷേ അബൂദർ എന്നെ കറുമ്പീടെ മോനെ എന്ന് വിളിച്ചു നബിയേ. തൊട്ടു പിന്നിൽ അബൂദർ ഓടി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറേ, ബിലാലിന് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ അബൂദറിന്റെ ഒരു അമലും അല്ലാഹുക്ക് വേണ്ട. ബിലാൽ പൊറുത്തു തരുന്നത് വരെ അബൂദറിന്റെ ഒരു അമലും അല്ലാഹുക്ക് വേണ്ട. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ബിലാൽ, ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമി നീ കണ്ടില്ലേ ബിലാൽ? ഇവിടെ നിനക്ക് വേണ്ടി ഞാൻ കിടന്നു തരാ, നിന്റെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടിയിട്ടാണെങ്കിലോ എനിക്കൊന്ന് പൊറുത്തു തരുമോ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദറിനെ വാരിപ്പുണരുകയാണ്. നന്നായി ഒന്ന് ഹഗ് ചെയ്തു, അതോടെ പ്രശ്നം തീർന്നു. പക്ഷെ നമ്മുടെ ആലോചിക്കേണ്ട എന്താ, മറ്റൊരാളെ പറഞ്ഞതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തിട്ടല്ലേ, ചരിത്രത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ കറുത്തിട്ടല്ലേ, ആണ്. കറുത്ത സ്ത്രീയുടെ മകനല്ലേ, ആണ്. പക്ഷേ അത് മനസ്സ് നോവിക്കുന്ന വാക്കാണ്, പറയാൻ പാടില്ല. ഹദീസിലെ റസൂലുള്ള നേർക്ക് നേരെ എടുത്തു പറഞ്ഞൊരു പദമുണ്ട്, കസീറ. കസീറ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, കുള്ളത്തി. അതിന്റെ മീനിങ് മലയാളത്തില് കുള്ളത്തിന്ന്. നമ്മള് ചില ആളുകളെ രൂപം ഭാവമൊക്കെ നോക്കി വിളിക്കൂലേ, അങ്ങനെ വിളിക്കാൻ പാടില്ല, നമ്മളത് ഒഴിവാക്കണം. നാട്ടുകാരങ്ങനെ വിളിച്ചോട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ വിളിക്കാൻ പാടില്ല. റസൂല് നേർക്ക് നേരെ പഠിപ്പിച്ച പദമാണിത്, കസീറ എന്ന് നിങ്ങൾ വിളിക്കരുത്. കസീറ എന്ന് പറഞ്ഞാൽ കുള്ളത്തീന്നാണ്. അതിന്റെ നേരെ പുല്ലിംഗ രൂപം കുള്ളൻ. നമ്മളൊക്കെ സാധാരണ ഉയരം കുറഞ്ഞ മനുഷ്യന്മാർ അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ തടി കൂടിയവരെ തടിയാന്ന് വിളിക്കും. നമുക്കത് വിളിക്കാൻ അല്ലാഹു തആല അവർക്ക് വിളിക്കാൻ വേണ്ടി പേരൻസ് ഇട്ട നല്ല പേരില്ലേ, ആ പേര് വെച്ചുകൊണ്ട് നമുക്ക് വിളിക്കാം. പെറ്റ് നെയിമുകൾ, നമുക്ക് ഓമന പേരുകൾ നമുക്ക് വിളിക്കാം. ഓക്കെ, കുഞ്ഞിയത്തുകൾ, അതായത് പിന്നെ ഓരോരുത്തർ സ്ഥാനപ്പേര് വെച്ചിട്ടൊക്കെ നമുക്ക് വിളിക്കാം. നല്ല പേരുകളൊക്കെ വിളിക്കാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരാൾ അപകീർത്തിപ്പെടുത്തുന്ന പേരുകൾ വിളിക്കാൻ നോമ്പിന്റെ വഴിക്ക് പോകുന്ന
ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ നോക്കിയേ, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ കണ്ടീഷൻ വെച്ചേ? നിങ്ങൾ നോക്കിയേ, ഒരു മാസക്കാലം കളവില്ല, ഏഷണില്ല, പരദൂഷണല്ല, അതുപോലെ തന്നെ അസഭ്യം പറയണില്ല, മോശപ്പെട്ട പദം പറയണില്ല. ഇങ്ങോട്ട് ചീത്ത വിളിച്ചവനോട് പോലും ക്ഷമയുടെ നെല്ലിപ്പടി കാണേണ്ടി വന്നപ്പോഴും ഞാനൊരു നോമ്പുകാരനാണ് ശീലിച്ചു. മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാല് കവലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവനായിട്ട് മാറുക, അങ്ങാടിയിൽ ഒരു ചട്ടമ്പിയായിട്ട് മാറുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കാൻ അള്ളാഹു നമ്മളെ സ്ഫുടം ചെയ്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇബാദത്തുകളെ, ആരാധനകളെ പഠിപ്പിച്ചു തന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാം. ഇനി ഒരാൾക്ക് ആ ഒരു സംസ്കാരം തഖ്വയും ഉണ്ടാവാൻ പിന്നെ വേണ്ടത്, ആ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അമലു സ്വാലിഹാത്തുകളുടെ ആധിക്യമാണ്. ധാരാളം പുണ്യകർമ്മങ്ങൾ. തഖ്വ എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നില്ല. തഖ്വ ഉണ്ടാവേണ്ടത് റമദാനിലൂടെ, ഈ സംസ്കാരം ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? തഖ്വയിൽ ഉണ്ടാവേണ്ടത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഭയഭക്തിയാണ്. അള്ളാഹിനെ പേടിയും അവനുള്ള ഇബാദത്തുമാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉബയ്യ, എന്തിനാണ് ഈ തഖ്വ എന്ന് പറയാ? യാ അമീറൽ മുഅ്മിനീൻ, അമാ സലക്ത ത്വരീഖൻ ഫീഹി ഷൗഖ്, മുള്ളുള്ള വഴികളിലൂടെ അങ്ങ് നടന്നു പോയിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. മാദാ ഫഅൽ, താങ്കൾ എന്താ ചെയ്യാറുള്ളത്? ഉശമ്മിസു അൻ സാഖി, എന്റെ മുണ്ട് ഞാൻ ഇങ്ങനെ കയറ്റി പിടിക്കും. വഅൻദുർ ഇലാ ഖദമി, എന്റെ കാലിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കും. ഓരോ മുള്ളും എന്റെ കാലിൽ തറക്കുമോ എന്നുള്ള പേടി കാരണം സൂക്ഷ്മതയിലാണ് ഞാൻ നടക്കാറുള്ളത്. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതാണ് തഖ്വ, അതാണ് തഖ്വ. നാട്ടിൽ മൊത്തം തിന്മ ഉണ്ടാവും, പക്ഷെ എന്നെ ബാധിക്കാതെ സൂക്ഷ്മതയോടെ നടക്കാം. മറ്റൊരു വാക്ക്, അലി റളിയല്ലാഹു അൻഹു, ഏറ്റവും നല്ല പ്രഭാഷകനാണ് അലി റളിയല്ലാഹു അൻഹു. 1.5 പേജോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ലാമ കൊണ്ട് അവസാനിപ്പിച്ച് അത്ഭുതപ്പെടും എങ്ങനെ അറബിയിൽ പ്രസംഗിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതിൽ അദ്ദേഹം തഖ്വയെ പറ്റി പറഞ്ഞ 4 സെന്റൻസ് ഉണ്ട്. നോക്കേ, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഞാൻ ഈ പറഞ്ഞ 4 വാക്കിൽ തന്നെ എത്ര ലാമുണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ. അങ്ങനെ ഒരു 1.5 പേജോളം അദ്ദേഹത്തിന്റെ സംസാരം ലാമുണ്ടാണ്. അത്രയും നല്ലൊരു പ്രഭാഷകൻ. ആശയത്തിന്റെ ഗാംഭീര്യം നോക്കി നിങ്ങള്. അള്ളാനെ പേടിക്കലാണ്, അള്ളാഹ് അവതരിപ്പിച്ചത് കൊണ്ട് അമല് ചെയ്യലാണ്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടലാണ്, നാളെ യാത്ര പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കലാണ് തഖ്വ. ഈ അമലിന്റെ ആധിക്യമാണ് നമ്മളിൽ ഒരു സംസ്കാരവും അതുപോലെ തന്നെ ഭയഭക്തിയുണ്ട്. അത് അള്ളാഹു റമദാനിൽ തന്നു ഇല്ലേ? പുണ്യങ്ങളുടെ വസന്തോത്സവം എന്നൊക്കെ പറയും. അതെങ്ങനെയെന്നല്ല ഞാൻ ഈ പറഞ്ഞുതരാം. നമ്മളെന്നെ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു തആല പറയാം, അപ്പൊ ഖുർആനിന്റെ പാരായണം എടുത്തത് എങ്ങനെ റമദാനിൽ അല്ലാഹു പുണ്യം നൽകുന്നത്? അൽഅമാലു ബിഅശ്രി അംസാലിഹാ, അതിന്റെ 10 ഇരട്ടി മുതലാണ്, ഇലാ 700 ളഅഫിൻ, അതിന്റെ 700 ഇരട്ടി വരെയും അല്ലാഹു പ്രതിഫലം നൽകാണ്. ഇനി നോക്കിക്കോട്ടോ, ഒന്ന് ഖുർആനിന്റെ പാരായണം. മൻ ഖറാ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അശറ ഹസനാ. ഒരു ഹർഫ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്താൽ 10 നന്മയുണ്ട്. അലിഫ് ലാം മീം ഒരു അക്ഷരമല്ല, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരം, ലാം ഒരു അക്ഷരം, മീം ഒരു അക്ഷരം. ഈ 10 നന്മ റമദാനിലാണോ? അല്ല, റമദാൻ അല്ലാത്തപ്പോഴാണ്. ഖുർആനിൽ എത്ര ഹർഫുണ്ടെന്ന് അറിയോ? 3,23,000-ലധികം അക്ഷരങ്ങളുണ്ട്. അപ്പൊ കോടിക്കണക്കിന് പുണ്യമാണ്. അൽഹംദുലില്ലാ റമദാനിൽ നമുക്ക്, റമദാൻ അല്ലാത്തപ്പോ ഒരു തവണ ഖുർആൻ പാരായണം ചെയ്ത ആൾക്ക് കിട്ടുന്നത് കോടിക്കണക്കിന് പുണ്യം. അതിനെ 700 റമദാനിലേക്ക് കൊണ്ടുവന്ന് നോക്കി. നമ്മളുടെ ഡിജിറ്റൽ കാൽക്കുലേറ്ററിൽ അതിന്റെ ഡിജിറ്റ് തെളിയാൻ കഴിയാത്തത്ര മാത്രം അല്ലാഹു തആല പുണ്യം തരും ഒരു ഖത്മ തീർത്താൽ. ഇന്ന് നോമ്പ് 4 സഹാബ 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുകയാണ്. 5 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് തീർത്തവരാണ്. 7 ദിവസം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർത്തവരാണ്. ഈ പറഞ്ഞ ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഞാനതിലൊഴിവല്ല. നമ്മളാരും സമയം ക്രമീകരിക്കുന്നതിൽ പരാജിതരാണ്. നമ്മളെ ഈ റോട്ടിലെ പെരുമ്പിലാവ് KR ബാറിന്റെ അപ്പുറത്തൊരു റെസ്റ്റോറന്റ് ഇല്ലേ, അതിലൊരു താടി വെച്ചൊരു വാച്ച്മാൻ ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് 77-ാമത്തെ വയസ്സാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ആളുകളുടെ റമദാനിൽ കാണൂല. റമദാനിലെ മനുഷ്യനെ അവിടെ നിന്നറിയും. ജാമലിൽ നിന്ന് എന്റെ പള്ളിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ എടുത്തു പറഞ്ഞെന്നറിയാം. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഖൈറല്ലാഹ് കൊടുക്കട്ടെ. സങ്കടം തോന്നും. കാരണം ആയകാലം പ്രവാസ ലോകത്ത് അദ്ദേഹം അധ്വാനിച്ചു കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു ആൺകുട്ടി അദ്ദേഹത്തിനല്ലേ.
ആ മകൻ വിവാഹം കഴിച്ചു, മക്കളായി. ഇന്ന് ആ മോൻ ട്യൂബിട്ട് കോമ സ്റ്റേജിലാണ്. ഈ പ്രായത്തിൽ അദ്ദേഹം വീണ്ടും അധ്വാനത്തിന് വേണ്ടിറങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൻ, മകന്റെ ഭാര്യ, മകന്റെ മക്കളെ ഒക്കെ ഈ മനുഷ്യൻ ഇവിടെ ജോലി ചെയ്ത് പോറ്റിക്കൊണ്ടിരിക്കാൻ. എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് കുറച്ച് ദിവസം ഇതൊക്കെ മാറ്റിയിട്ട് ആരാധനയ്ക്ക് വേണ്ടി മാറിയിരിക്കണം എന്നറിയാം. കാൽക്കുലേഷൻ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ കാത്തു വെച്ച് റമദാനിൽ കുറച്ച് ദിവസം ഈ ഹോട്ടൽ പണിക്ക് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ്ട എന്ന് കരുതി അദ്ദേഹം അവിടെ പോവാൻ. നിങ്ങള് നമ്മളെ കോട്ടക്കൽ എത്താൻ നേരത്തെ ഒരു തട്ടുകരുണ്ട്, നമ്മളൊരു താടി വെച്ചൊരു സെൽഫി സുഹൃത്തിന്റെ, അദ്ദേഹവും ഒരു മാസം ഇബാദത്തിലുണ്ടാവും. കാരണം ആൾക്ക് റമദാനിൽ ജോലി നടക്കൂല, വൈകുന്നേരം തട്ടുകടയാണ്, 11 മണിക്കാണ് അദ്ദേഹം ഷോപ്പ് അടക്കുക. അദ്ദേഹം ദിവസവും പൈസ കിട്ടണം എന്നൊക്കെ 100 രൂപ വെച്ചിട്ട് റമദാനിക്ക് വേണ്ടി മാറ്റിവെക്കും. ഈ റമദാൻ കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ തുടങ്ങും. എന്നിട്ട് അയാള് ലാവിഷായിട്ട് കുടുംബത്തിന്റെ ചെലവും പോറ്റും, അദ്ദേഹം ഇബാദത്തിൽ മുഴുകും. നമ്മൾ ആലോചിക്കുക, നമുക്കൊക്കെ കിട്ടണ സാലറിയുടെ പിന്നെ 1/6 അദ്ദേഹത്തിന് കിട്ടുന്നില്ലല്ലോ. എന്നിട്ട് പോലും അദ്ദേഹം ഇങ്ങനൊക്കെ കാൽക്കുലേറ്റ് കഴിഞ്ഞ് നമ്മൾ സത്യത്തിൽ എവിടെ കിടക്കണം എന്നുള്ളത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. തക്കവുണ്ടാവുക എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സ് വേണം. മാറാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു മാറ്റുന്ന, അല്ലാത്തവനുള്ള മാറ്റൂല. അതിനുള്ള അവസരം അല്ലാഹ് റമദാനിൽ തരാ. ഖുർആൻ നിങ്ങൾ ഓതി തീർക്കുന്നുണ്ടോ? എത്ര പുണ്യം ജമാഅത്തുകൾ എടുത്തു നോക്കി നിങ്ങള്. സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി 27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പുണ്യമുണ്ട് ജമാഅത്തിന്. 27 ഇരട്ടി. അത് വെറുതെ കിട്ടൂല കേട്ടോ. ഉലമാക്കള് പറയുന്നുണ്ട് 27 ഇരട്ടിക്ക് 27 കണ്ടീഷൻസ് ഉണ്ട്. 27 നിബന്ധന പാലിച്ചവർക്കാണ് 27 ഇരട്ടി എന്ന്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോ 2-3 കിട്ടിയാൽ തന്നെ ഭാഗ്യം. കാരണം എന്താണ്? നിസ്കാരത്തെ കാത്തിരിക്കണം, വീട്ടിൽ നിന്ന് ദൂരത്ത് വരണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒരുപാടുണ്ട്. 27 കണ്ടീഷൻസ് ഉള്ളവർക്കാണ് 27 ഇരട്ടി പ്രതിഫലം. 150 വക്ത് റമദാൻ, പോട്ടെ 145 വക്ത് റമദാനിൽ ആ 27 ഇരട്ടി കിട്ടിയാൽ അതിനെ വീണ്ടും 700 നമുക്കുള്ള പുണ്യങ്ങൾ എത്രയാ. റോട്ടിൽ നിന്ന് ഒരു ഉപദ്രവ വസ്തു നീക്കം ചെയ്താലേ കിട്ടുന്ന പുണ്യം എത്രയാ. ഒരു സ്വതക്ക, 1 രൂപയുടെ സ്വതക്ക അല്ലാഹ് പറഞ്ഞ എന്താണ്? അതൊരു ധാന്യമണി പോലെയാണ്. അതിന് 7 കതിരുകളാണ്. ഓരോ കതിരിലും 100 ധാന്യമണി. 1 കൊണ്ട് 700 കിട്ടും റമദാൻ അല്ലാച്ചപ്പോ. ഇവിടുന്ന് 1 രൂപ കൊടുത്ത പരലോകത്ത് ചെല്ലുമ്പോൾ അത് വളർന്ന് 7 കതിരിൽ 100 ധാന്യമണി കിട്ടുന്ന പോലെ എന്ന് പറഞ്ഞു. അതിനെ വീണ്ടും റമദാനിലേക്ക് 700ലേക്ക് വന്നാലോ? ഇതൊക്കെ പറഞ്ഞിട്ടും അല്ലാഹ് പറഞ്ഞു നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്നല്ലാഹ്. നോമ്പ് 700 നിൽക്കൂല, അത് അതിന്റെ മുകളിലാണ്. അതെനിക്കുള്ളതാണ്. അപ്പൊ നിസ്കാരം അല്ലാഹ്ക്കല്ലേ, സ്വതക്ക അല്ലാഹ്ക്കല്ലേ, ഹജ്ജ് അല്ലാഹ്ക്കല്ലേ ആണ്. പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? ലോകത്തെല്ലാ പള്ളിമാരെ വീടാണ്, അള്ളാന്റെ വീടാണ്. പക്ഷെ ബൈത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏതാ? കഅബയാണ്. അള്ളാഹുവിലേക്ക് നിസ്ബ ചേർത്തിയത് കഅബയാണ്. എന്ന പോലെ ആരാധനകളുടെ കൂട്ടത്തിൽ അള്ളാഹു അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ്, അത് 700ന്റെ മുകളിലാണെന്ന്. അപ്പൊ പുണ്യങ്ങള് മാക്സിമം സൽക്കർമ്മങ്ങളെ ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഈ മാസത്തിലെ തക്കവുണ്ടാക്കി എടുക്കാൻ പറ്റും, സംസ്കാരം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് നോമ്പുണ്ട്, മറ്റൊന്ന് അതിന്റെ ഖിയാമാണ്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബാ, ഈമാനോടെ പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ച് റമളാനിലൂടെ നിന്ന് നമസ്കരിച്ചാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദിൽ അടിയുറച്ച ഈമാനാണ്. 2 ഇഹ്തിസാബന പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിക്കുക. നോമ്പിനും വേണം, തറാവീഹിന് വേണം, ലൈലത്തുൽ ഖദറിനും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ പടച്ചോന്റെ പ്രതിഫലം? നിയ്യത്ത് എന്നാണ് അതിന്റെ പര്യായ പദം. നവൈതു സൗമാദിൻ അന്നദായി ഫർദ റമദാനി ഹാദി സനതി ലില്ലാഹി തആല. ഈ ആണ്ടത്തെ അതായ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹ്ക്ക് വേണ്ടി കരുതി. അതിന്റെ അപകടം എന്താണെന്നറിയോ? രാത്രി പള്ളിയിൽ നിയ്യത്ത് വെക്കണവർ ഓൾറെഡി ഇപ്പൊ നമ്മുടെ റമദാൻ 4ആണ്, മഗ്‌രിബ് കഴിഞ്ഞ റമദാൻ എത്രയായി? 5ആയി. പോട്ടെ, ഇശാ കഴിഞ്ഞിട്ടാണ്, തറാവീഹ് കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ ചൊല്ലിക്കൊടുക്കാൻ നവൈതു സൗമാദിൻ. അതിന്റെ അർത്ഥം നാളത്തെ നോമ്പിനെ കരുതി അവിടെ നിന്നോട്ടെ. രാവിലെ അത്താഴത്തിന്റെ നേരത്തെ എണീറ്റ് ഉമ്മാരൊക്കെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കും നവൈതു സൗമാദിൻ, നാളത്തെ നോമ്പിനെ കരുതി. അപ്പൊ അന്നത്തെ നോമ്പിന് എവിടുന്ന കിട്ടുക?
മനുഷ്യനിർമ്മിതികളുടെ പ്രശ്നമാണത്. അള്ളാഹു ഇറക്കിയാൽ അതിന് പ്രശ്നമല്ല. നിയ്യത്ത് പറഞ്ഞ സുബഹിന് മുമ്പ് നമ്മൾ ആ നോമ്പിനെ കരുതി ഇറങ്ങണം, നോമ്പിനെ കരുതണം. ഇനി നിയ്യത്ത് പർവ്വത സമാനമാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറഞ്ഞതൊക്കെ മോഹിക്കണം, അപ്പോഴതിന് കൂലി കിട്ടും. ഒന്നെന്താ, സ്വർഗത്തിലെ റയ്യാൻ എന്ന് പറയുന്ന കവാടം ഞങ്ങൾക്ക് തരണേ. നോമ്പോട്ട് നമ്മൾ നിയ്യത്തിൽ ആഗ്രഹിക്കേണ്ടതാണ്. എന്റെ പാപങ്ങൾ കൊണ്ട് തരണേ. നരകത്തിൽ നിന്ന് ഒരു നോമ്പ് കൊണ്ട് 70 വർഷത്തെ സഞ്ചാര ദൂരം അകറ്റിത്തരുന്ന പറഞ്ഞേ, ആ കൂലി നമ്മൾ മോഹിക്കണം. അള്ളാനെ കാണാന്ന് പറഞ്ഞു. ശരിക്കും കാണോ റസൂലേ? കാർമേഘങ്ങളുടെ തടസ്സമില്ലാത്ത 14 രാവിലെ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നോ അതിനേക്കാൾ മനോഹരായിട്ട് കാണുന്നു പറഞ്ഞു. അള്ളാനെ കണ്ടുമുട്ടുമ്പോ വായ കസ്തൂരിയേക്കാൾ സുഗന്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾക്ക് തരണേ എന്നുള്ള ആഗ്രഹത്തോടെ അള്ളാഹു നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കാൻ. അതൊക്കെ മോഹിക്കുമ്പോഴാണ് അള്ളാഹു പർവ്വത സമാനായിട്ട് കൂലി തരിക. അല്ല നമ്മൾ ഈ പറയണതല്ല, ഇത് സത്യത്തിൽ തകരാറ്. സ്വഹീഹ് ബുഖാരിയിൽ 1-ാമത്തെ ഹദീസിന്റെ തലവാചകം മാത്രം കൊടുക്കും, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇതേ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുള്ളൂ. പിന്നെ ളുഹറിന്റെ നിയ്യത്ത് അസ്റിന്റെ, ആ ഹദീസിന്റെ ബാക്കിയുണ്ട്, വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ. ഒരു മനുഷ്യൻ എന്ത് കരുതിയോ അത് അവന് ലഭിക്കുന്നതാണ്. ഫമൻ കാനത് ഹിജ്റതു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതു ഇലല്ലാഹി വറസൂലി. ഒരാളെ ഹിജ്റ പോകുന്ന അല്ലാഹുവിന്റെ റസൂലിലേക്കുമാണെങ്കിൽ അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്ക് റസൂലിലേക്കുമാണ്. ഫമൻ കാനത് ഹിജ്റതു ഇല ദുനിയ യുസീബുഹാ ഇംറഅതി യൻകുഹാ ഫഹിജ്റതു ഇല മാ ഹാദറ ഇലൈ. ഒരാളെ ഹിജ്റ പോകുമ്പോ മദീന പോയിട്ട് ഒരു പെണ്ണ് കെട്ടണമെന്നാണെങ്കിൽ, അവിടെ പോയി ഒരു കച്ചവടം ചെയ്യണമെന്നാണെങ്കിൽ അത് നടക്കുന്നല്ലാതെ അള്ളാന്റെ അടുത്ത് നിന്നൊന്നും കിട്ടൂല. അതിനാണ് നിയ്യത്ത് എന്ന് പറയാം. നമ്മൾ എന്ത് കരുതുന്നുവോ, ഇനി കരുതലും പറയലും രണ്ടല്ലേ. ഞാനിപ്പോ ഇവിടെ നിന്ന് ക്ലാസ്സിൽ പറയാണ്, നിയ്യത്ത് എന്ന് പറഞ്ഞ കരുതല് ഹൈറിന് നിയ്യത്തുണ്ട്, ഷറിന് നിയ്യത്തുണ്ട്. അതുകൊണ്ടല്ലേ മനസ്സിൽ നന്മ കരുതിയാൽ അള്ളാഹ് നന്മ രേഖപ്പെടുത്തും, തിന്മ കരുതിയാലോ അള്ളാഹ് വെയിറ്റ് ചെയ്യും, രേഖപ്പെടുത്തൂല. തിന്മ ചെയ്താൽ ഒരു തിന്മ രേഖപ്പെടുത്തുള്ളൂ, നന്മ ചെയ്താൽ 2 നന്മ അള്ളാഹ് രേഖപ്പെടുത്തുന്ന അത്ര വലിയ കാരുണ്യവാൻ അള്ളാഹ്. അപ്പോ ഒരു തിന്മയുടെ നിയ്യത്ത്, ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഞാൻ പറയാണ്, ഇന്ന് ക്ലാസ്സും കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് പോകുമ്പോ പിന്നെ ആളൂർക്ക് ക്ലാസ്സിന് പോണതിന്റെ അടിയിൽ സിറാജിനെ ഇവിടെ വെച്ച് 2 ഇരട്ടടി അടിക്കാൻ ഞാൻ കരുതി. അല്ലെ, ഞാൻ ഇവിടെ മൈക്കിൽ പറയാണ്, ഇന്ന് രാത്രി 9:30 ആകുമ്പോ സിറാജിനെ 2 ഇരട്ടടി അടിക്കാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാല് ഈ ക്ലാസ് ഇനി പുറത്തു പോങ്ങൾ ഇന്നെ സമ്മതിക്കും? ഇല്ലല്ലോ. കരുതലും പറയലും രണ്ടാണ്. മനസ്സിലെ നിയ്യത്താണ് കരുതൽ. അത് അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നമ്മളിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. ഫർദ് നോമ്പിന് സുബഹിന് മുമ്പേ കരുതണം. അപ്പോ ഈ നിയ്യത്തോടെ തറാവീഹ് നമസ്കാരം ഉണ്ടാവുക. എത്രത്തോളം റസൂൽ പറഞ്ഞു, മഅൽ ഇമാമി ഹത്താ യൻസരിഫ. ഇമാം വിട പറയുന്നത് വരെ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവന് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയുണ്ട്. നമുക്കെന്താ അറിയോ, നമുക്ക് കുറെ ആശങ്കകൾ ഉണ്ടാവും. ഏതുപോലെ എന്നറിയോ, ഇപ്പോ ദിവസം തഹജ്ജുദ് നിസ്കരിച്ച് ശീലമുള്ള ആളുകള്, വിത്തർ നിസ്കരിച്ച് ശീലമുള്ള ആളുകള് എങ്ങനെയാലും ഓട്ടോമാറ്റിക് ആ സമയത്ത് രാത്രി എന്ത് ചെയ്യും, ഉണരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കുന്നത്, എന്നാ പിന്നെ 8 കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പോവാം. നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസമാണ് ഒറ്റയിൽ അവസാനിപ്പിച്ച് ഇന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. കാരണം രാത്രി നിസ്കാരം എങ്ങനെ അവസാനിപ്പിക്കണ്ടേ? അല്ലാഹ് ഇന്നല്ലാഹ വിത്റു യുഹിബ്ബുൽ വിത്ര ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ. ഒറ്റയിലാണ് നിസ്കാരം അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ എന്റെ രാത്രി നിസ്കാരം കഴിഞ്ഞില്ലേ എന്ന് കരുതിയിട്ട് ആളുകൾ എന്ത് ചെയ്യും, ഇമാമിന്റെ അടക്കന്ന് 8 മുറിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ കൂലി എന്തിനാണ്? 11 പൂർത്തീകരിക്കാനാണ്. മനസ്സിലായോ? 11 പൂർത്തീകരിക്കലാണ്. കാരണം ആ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അള്ളാഹ് തരാന്ന് ഓഫർ പറഞ്ഞു. ഇനി 2. അപ്പൊ നമ്മൾ എണീറ്റ് ശീലമുള്ളവരെന്താ ചെയ്യാ? അവർക്ക് ഇസ്ലാം അടുത്ത ഓപ്ഷൻ കൂടെ പറഞ്ഞു. അവർ രാത്രി നിസ്കാരം എണീക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഒറ്റയാക്കാത്ത രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. ഒയറു മുഅദ്ദദായിട്ട്. അങ്ങനെ അതിന്റെ ഹുക്മ പറയാ ഉസൂലില്, ഒയറു മുഅദ്ദദാൻ, എണ്ണം പരിഗണിക്കാത്ത രൂപത്തിൽ അവർക്ക് 2 റക്അത്തുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിസ്കരിക്കാം. പക്ഷെ ഒറ്റ ആക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒറ്റ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നിസ്കരിക്കുകയാണെങ്കിൽ 2 വേണമെങ്കിൽ നിസ്കരിക്കാം. തഹജ്ജുദ് ശീലമുള്ള ആളുകൾ ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. നമ്മൾ പലപ്പോഴും ചോദിക്കില്ലേ, ഹറമിൽ എന്താണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത്? അപ്പൊ നമ്മൾ ഇങ്ങനെ ഉരുളും. അത് ഒരു ഇമാം മാറിയിട്ട് മറ്റേ ഇമാം കയറിയുന്നോണ്ടാണ്. അവിടെ 11 തന്നെയാണ്. കാരണം നമുക്കാണ്ട് സമ്മതിച്ചു കൊടുക്കാൻ വയ്യല്ലോ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരിക്കലും സലഫിയ്യത്തിന്റെ ഉസൂലിനെതിരെ നടന്നിട്ടില്ല. അതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തറാവീഹ് നിസ്കാരത്തിന് 2ആയിട്ട് കാണേണ്ടത്. ഒന്ന് മുഅദ്ദദാൻ, ഇത്ര എണ്ണം നിസ്കരിക്കണമെന്ന് ക്ലിപ്തപ്പെടുത്താൻ എണ്ണം പറയുന്നുവെങ്കിൽ ഒറ്റ ഹദീസ് മകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരി അലാ 11 റക്അ, 11ൽ കൂടുതൽ മുത്തനബി എന്ത് ചെയ്തിട്ടില്ല. അത് അപ്പൊ ഇത്ര എണ്ണേ ഒരാൾ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് എണ്ണം വെക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണ എത്രേ പാടുള്ളൂ? 11 പാടുള്ളൂ. ഇനി ഒയ്റു മുഅദ്ദദ്, അതായത് എണ്ണമില്ലാതെ നിസ്കരിക്കുക. റസൂൽ സുബഹി ഭയപ്പെടോടെ നിസ്കരിച്ചു. തറാവീഹിലെ 2 ഹദീസുകൾ അതാണല്ലോ. ഒന്ന് ഒയ്റു മുഅദ്ദദാൻ, എണ്ണല്ലാതെ നിസ്കരിക്കുക. അതിലൊരാൾക്ക് എന്ത് ചെയ്യാം, എത്രയും നിസ്കരിക്കാം.
നിസ്കരിക്കാം. ആ മാനദണ്ഡത്തിൽ ഒരാൾ 20 നിസ്കരിച്ചാൽ പ്രശ്നമില്ല, 36 നിസ്കരിച്ചാലും പ്രശ്നമില്ല, എങ്ങനെയും കുഴപ്പമില്ല. പക്ഷെ 20 നിസ്കരിക്കാൻ പാടുള്ളൂ പറഞ്ഞത് തെറ്റാണ്. കാരണം 20 ഹദീസില്ല. എണ്ണത്തിനൊരു ഹദീസ് ഉണ്ടെങ്കിൽ അത് 11 മാത്രമാണ്. 23 അബൂഷാമയുടെ ഹദീസ് ദുർബലമാണ്, ലൈഫാണ്, തെളിവിന് കൊള്ളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര എണ്ണേ പറ്റുള്ളൂ എന്നൊരാൾ ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണ്? 11. പിന്നെ കുറെ എണ്ണം നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അതിന്റെ അഴകും ദൈർഘ്യവും നീ ചോദിക്കണ്ട. നമ്മൾ സാധാരണ ഈ കേട്ടേമ കേട്ട് മറുപടി പറയുന്നുണ്ട്. സൗദിക്ക് കൃത്യമായ നിലപാടുണ്ട് അവിടുത്തെ പണ്ഡിത സഭക്ക്. അവർ പറയുന്നു മുഅദ്ദദിലെ 11 പറ്റുള്ളൂ. അതുകൊണ്ട് സൗദി ഔക്കാഫിന്റെ കീഴിലെ എല്ലാ പള്ളികളും നിസ്കരിക്കുന്ന എത്രയാണ്? 11. എന്നാൽ പല മദ്ഹബുകാരും വീക്ഷണമുള്ളവരൊക്കെ പങ്കെടുക്കുന്ന സ്ഥലമാണ് ഏത്? ഹറമുകൾ, 2 ഹറമുകൾ. അതുകൊണ്ട് അവിടെ ഉസൂല് മാറ്റി ഒയറു മുഅദ്ദദിന്റെ ഉസൂലിൽ എത്രയും നിസ്കരിക്കാമെന്നുള്ള ഉസൂലിൽ അവിടെ നിസ്കരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ 20 ആണെന്ന് പറഞ്ഞാൽ സൗദി പണ്ഡിത സഭയും കൂടി എന്ത് ചെയ്യില്ല, 20 അംഗീകരിക്കില്ല. 20 എന്നുള്ളത് തെറ്റാണ്. എത്രയും നിസ്കരിക്കാം എന്നുള്ള മാനദണ്ഡത്തിൽ ഒരാൾക്ക് 20 നിസ്കരിക്കാം, 30 നിസ്കരിക്കാം, ഒറ്റയിൽ അവസാനിപ്പിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ പള്ളി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമാമിന്റെ കൂടെ പൂർത്തീകരിച്ച് നിസ്കരിക്കാം. മറ്റൊന്ന് പ്രാർത്ഥന ഉണ്ടാവണം, ഇസ്തിഗ്ഫാർ ഉണ്ടാവണം. ഈ റമദാനിൽ ഈ പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങൾ നോമ്പിന്റെ ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖുർആനിലെ 183 ആയത്ത് നോമ്പ് നിർബന്ധമാക്കി ആയത്തിറക്കി അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം. 184 അയ്യാമം മഅദൂദാത്ത് എന്ന് പറയുന്ന ആയത്തിറക്കി. 185 ആയത്ത് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്ന ആയത്തിറക്കി. 186 ആയത്തിലെ ഇതിനോടൊന്നും ബന്ധമില്ലാത്ത വൈദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എന്റെ അടിമ ചോദിച്ച ഞാൻ വളരെ അടുത്തുണ്ട്, ചോദിച്ചോ ഉത്തരം നൽകാന്ന് പറഞ്ഞു. വീണ്ടും 187 ആയത്ത് വീണ്ടും നോമ്പിനെ പറ്റി പറഞ്ഞു. എന്താ ഇതിന്റെ ഇടയിലൊരു ബന്ധമില്ലാത്ത ആയത്ത്? അങ്ങനെ ഉണ്ടോ? അല്ലട്ടോ, ഏറെ ഇഴുകിച്ചേർന്ന ആയത്താണത്. എന്തുകൊണ്ടെന്നറിയോ? ഈ ആരാധനകളും ഇബാദത്തൊക്കെ എന്തിനാ? പടച്ചോനിക്ക് അടുക്കാനല്ലേ. അല്ല പറയാണ് വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്നെ കുറിച്ച് എന്റെ അടിമ ചോദിക്കുമ്പോ പറയണേ, ഞാൻ വളരെ വളരെ അടുത്തുള്ളവനാ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. എന്തുകൊണ്ട്? പടച്ചോനത്ര അടുത്തുണ്ട്. നിങ്ങൾക്കറിയോ, ഞാനിവിടെ കേച്ചേരി നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഞാൻ പറയാം, എനിക്ക് മാനസികമായിട്ടൊരു വിഷമുണ്ട്. എന്റെ മാനസിക പ്രയാസം ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ ഒരുപക്ഷെ നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് നിങ്ങൾ എനിക്ക് കേട്ടു തരും. പോകുമ്പോ എന്നോട് പറയും, സാരല്ല, ഒക്കെ ശരിയാവും, സമാധാനിപ്പിക്കും. നാളെ ഞാൻ വന്നിട്ട് വീണ്ടും പറയാൻ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതേ വിഷയം തന്നെ പറഞ്ഞു വിചാരിക്കാം. നമ്മളെന്താ പറയും, തന്നെയല്ല ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു. നമ്മള് പിന്നെ സമാധാനമൊക്കെ കഴിഞ്ഞു, തന്നെയല്ല എന്തെങ്കിലും പറഞ്ഞു. സത്യത്തിൽ എന്റെ ഉള്ളിലെ ജ്വാല അടങ്ങിയിട്ടുണ്ടാവില്ല. 3-ാമത്തെ ദിവസം ഞാൻ വന്നിട്ട് വീണ്ടും പറയാം, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളെന്താ പറയാ, നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാല്ലേ അല്ലേ? 4-ാമത്തെ ദിവസം ഞാൻ ആ ഗേറ്റ് കടന്ന് ഇങ്ങനെ വരും, നിങ്ങൾ ഇതിൽ കൂടെ മുങ്ങും. കാരണം എന്താ, ഇയാൾ ഇതെന്നെ പറയാനാ വരുന്നത്, അങ്ങനല്ലേ? പക്ഷെ നമ്മളെ പടച്ചവനെ പറ്റി ആലോചിച്ചു. നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എത്ര നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞോ, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ കേൾക്കുന്നവനില്ല, അതുപോലെ ഉത്തരം നൽകുന്നവനില്ല, അതുപോലെ സ്വാതന്ത്ര്യം നൽകുന്നവനില്ല. അള്ളാഹിന്റെ ഖജനാവ് വിശാലമാണ്. അള്ളാഹിന്റെ ഖജനാവ് വിശാലമാണ്. അള്ളാഹിനെ പോലെ ആരാളെ നിങ്ങൾക്കറിയോ? അള്ളാഹിനോട് ചോദിക്കാൻ പടച്ചോ നമ്മളിങ്ങനെ അടുത്തു വരുന്നു പറഞ്ഞാലേ സങ്കല്പിക്കാൻ പറ്റും നമുക്ക്. ഓരോ നിസ്കാരത്തിനും നമ്മൾ അള്ളാഹിനോട് പറയണേ, നല്ല മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിലുപരി നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ കേരളത്തിന്റെ മൊത്തം മുതലാളി ഒരാളാണെങ്കിൽ അയാൾക്ക് വലിയ ബഹുമാനം കൊടുക്കില്ല നമ്മള്. ഇന്ത്യയുടെ മൊത്തം ഓണർ ഒരാളാണെങ്കിൽ നമ്മൾ എന്തെന്നെ പറഞ്ഞാലും അയാള് വരുമ്പോൾ റെസ്പെക്ട് ഒക്കെ കൊടുക്കും. മനുഷ്യന്മാരങ്ങനെയാണ് അല്ലേ? ഈ ഭൂമി മൊത്തം ഒരാളാണെങ്കിലും 13.5 ലക്ഷത്തിലധികം ഭൂമി ഉൾക്കൊള്ളും സൂര്യന്റെ ഉള്ളിൽ ഇല്ലേ? ആ സൂര്യനാവട്ടെ മിൽക്കി വേ ഗാലക്സിയിലെ ക്ഷീരപഥത്തിൽ ഒരു പൊട്ടുപോലെ കാണുന്നവരെണ്ണം. അതിനേക്കാളും വലിപ്പമുണ്ട്. മനുഷ്യൻ കണ്ടെത്തിയതിലെ വലിയ സ്റ്റാറുകൾ 900 കിലോമീറ്റർ വേഗതയിൽ 1100 വർഷം സഞ്ചരിക്കണം എന്ന് പറയുന്നത് അല്ലേ? ശതകോടി നക്ഷത്രങ്ങളുടെ ഗാലക്സികൾ എത്ര എങ്ങാനും മനുഷ്യനെ ഇവിടേക്ക് എത്തിയിട്ടില്ല. കണ്ടെത്തലുകൾ ഒന്നാൻ ആകാശത്തിൽ തട്ടിത്തിരിഞ്ഞു നിൽക്കാൻ.
അല്ലേ? അതിനേക്കാളും വലുതാണ് 2, അതിനേക്കാളും വലുതാണ് 3. ഏറ്റവും വലിയ 7 ആകാശത്തിന് മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ് യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, 1 ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാന 3-1 നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് അല്ലാഹു ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? അവന് ഞാൻ ഉത്തരം നൽകുക. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? അവന് ഞാൻ ഇജാബത്ത് നൽകുക. ആരുണ്ട് എന്നോട് പൊറുക്കൽ തേടാൻ? അവന് ഞാൻ പൊറുത്തു തരാം. അത്രയും അടുത്തില്ലേ റബ്ബ്? അതുകൊണ്ട് അള്ളാഹുവോട് പറ, ദുആകൾ ഉണ്ടാവട്ടെ, ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സ്വതക്കകളെ അധികരിപ്പിക്കാൻ. എന്നൊക്കെ ജിബ്രീലിനെ കണ്ട് അന്നൊക്കെ റസൂൽ സ്വതക്ക ചെയ്യുമായിരുന്നു. റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 മാസം റസൂൽ തന്റെ വീട്ടിൽ വേവിച്ച ഭക്ഷണം ഉണ്ടായിട്ടില്ല. പുക ഉയരുന്നത് കണ്ടിട്ടില്ല എന്നാണ്. സഹാബത്ത് ചോദിച്ചില്ല, ഉമ്മ ഇരുട്ടത്തെ തപ്പി നടന്നിരുന്നവൻ ഒരു വിളക്കെങ്കിലും കത്തിക്കാമായിരുന്നില്ലേ? ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റുപോലെ റമദാനിലൂടെ സ്വതക്ക ചെയ്ത്. സാധാരണ നമ്മള് ദായിമാര് പറയും, സംഘാടകര് പിരിക്കും, സാധാരണക്കാർ കൊടുക്കും. അങ്ങനല്ലേ? എല്ലാരും ചെയ്യേണ്ടതാണ് സ്വതക്ക. റമദാനുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തില്. നിങ്ങളാലോചിച്ചൊക്കെ, ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ ആളുടെ നോമ്പ് ഒന്നും കുറയാതെ അതേ കൂലി നമുക്കും കിട്ടാൻ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു റമദാൻ കൊണ്ട് എത്ര റമദാൻ സമ്പാദിക്കാൻ പറ്റും നമുക്ക്, അല്ലേ? ഒരുപാട് പാവപ്പെട്ട മേഖലകൾ ഒരു 2500-3000 ഒക്കെ നമ്മൾ കൊടുത്താല് ഒരുപാട് ആളുകൾ നോമ്പ് തുറന്നു പോകും. നമുക്ക് എത്ര കൂലി കിട്ടണേ? അങ്ങനെ ഉപയോഗപ്രദമായ രീതികളിലൊക്കെ നോമ്പ് തുറപ്പിക്കാനോ, നമ്മൾ കണ്ട് നമുക്ക് തൃപ്തിപ്പെടുന്നിടത്ത് കൊടുക്കാനോ, സ്വതക്കകൾ ഉണ്ടാവാനോ ഒക്കെ അധികരിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഉംറ നിർവഹിക്കാൻ സാധ്യമായാൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ് ഒരു ഉംറക്ക് റമദാനിലെ, അല്ലെങ്കിൽ മുത്തുനബിയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അങ്ങനെ എന്തൊക്കെ പുണ്യങ്ങളുണ്ട് അതൊക്കെ അധികരിപ്പിക്കുക. അതിലുപരി ഏറ്റവും ഗൗരവമായിട്ട് നമ്മുടെ പാപങ്ങളെ പൊരുത്തപ്പെടിക്കണം. ഇനി തഴുകി ശുദ്ധീകരിക്കാൻ നിങ്ങൾക്കറിയോ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആമീൻ പറഞ്ഞു. മദീനയുടെ മിമ്പറിൽ 3 വട്ടം ആമീൻ പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? എന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നതാണ്. ജിബ്രീലിന്റെ 3 ദുആ ഇന്ന് ഞാൻ ആമീൻ പറഞ്ഞു പോയെന്നാണ്. അവിടുന്ന് ഒരു മനുഷ്യൻ നാശമടയട്ടെ, അവൻ തൊലയട്ടെ. അവൻ ആരാണെന്നറിയോ? റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹ് കൊടുത്തിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ബാക്കിയുള്ള മനുഷ്യനുണ്ടോ? അവൻ നാശമടയട്ടെ എന്ന് ജിബ്രീലിന്റെ ദുആ ഇന്ന് ഞാൻ ആമീൻ പറഞ്ഞു പോയി. റമദാനൊക്കെ യാത്ര പറഞ്ഞു, പാപം ബാക്കിയുള്ളവർ. ആർക്ക്? റസൂല് ആമീൻ പറഞ്ഞു. ഏത് നബി ആമീൻ പറഞ്ഞെന്നറിയോ? മക്കയെന്ന് വേദനകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ 64 കിലോമീറ്ററുകൾ അപ്പുറമുള്ള തായിഫിന്റെ ജബലിടുക്കുകൾക്ക് താഴെ ഉമ്മാന്റെ ഗോത്രക്കാരുള്ള മണ്ണിലെ സമാധാനം കിട്ടുന്ന കരുതി റസൂലുള്ളാഹി കടന്നു വന്നപ്പോ അവരവിടുത്തെ തെരുവ് കുട്ടികളെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു റസൂലുള്ളാഹിനെ ഭ്രാന്താന്ന് വിളിപ്പിച്ചു. കല്ലെറിഞ്ഞ് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. നമുക്ക് താങ്ങാൻ പറ്റുമോ? മദീനയുടെ ബാബുസലാമിലൂടെ കടന്നു വന്ന് റസൂലുള്ളാഹിന്റെ മെമ്പറും കടന്ന് റൗള ഷരീഫും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ കണ്ണ് നിറഞ്ഞൊലിക്കുന്നത് രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. 1 അല്ല 10 അല്ല 100 തവണ ചെന്നാലും അതാണ് അവസ്ഥയെങ്കിൽ ആ റസൂലിനെയാ തെരുവിൽ കല്ലെറിയണേ. കല്ലേറുകൊണ്ട് എന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ബോധം വരുമ്പോ ഞാൻ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സഹാബിന് ഒരു തുള്ളി ദാഹജലം തന്നില്ല നബിയെ. 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണ്. പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷം. ഒരു വാക്ക് അവരെ നശിപ്പിച്ചോളം വേണ്ട. അല്ലാഹുമ്മ അഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമു. പൂർച്ചു കൊടുക്കല്ലാ. തന്നെ ആക്രമിച്ചവർക്കെതിരെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ല, അവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. അത്ര കാരുണ്യമുള്ള റസൂൽ. പക്ഷേ ഇവിടെ ദുആ ചെയ്തു, ഇവിടെ ആമീൻ പറഞ്ഞു. റമദാനായിട്ട് പാപം പൊറുക്കപ്പെടാത്തവൻ നാശമടയട്ടെ എന്ന്.
എന്തുകൊണ്ടാണെന്നറിയോ? നോമ്പ് കൃത്യാണോ? പാപം പൊറിച്ചു തരാന്ന് പറഞ്ഞു. തറാവീഹ് കൃത്യാണോ? പാപം പൊറിച്ചു തരാന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിഞ്ഞോ? പാപം അല്ലാഹ് പൊറിച്ചു തരാന്ന് പറഞ്ഞു. 2 റമദാൻ മഹത്വപൂർവമായി കണ്ടവരെ അതിനിടയിലെ പാപങ്ങൾ പൊറിച്ചു തരാന്ന് പറഞ്ഞു. അതുപോലെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുമ്പോൾ നന്മയുടെ ആധിക്യം തിന്മകളെ മായ്ച്ചു തരാമെന്ന് പറഞ്ഞു. 6ാമതായിട്ട് ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് സ്വമേധയാ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹ് പൊറിച്ചു തരാമെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, നോമ്പുകാരെ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, മാപ്പിരക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹ് മാപ്പ് തരണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. രാവും പകലും അല്ലാഹു സന്നദ്ധനാൻ പാപങ്ങളെ പൊറിച്ചു തരാമെന്ന് പറഞ്ഞു. 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരാ, അത്താഴ സമയത്ത് നിങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ടും ഒരാളിൽ പാപങ്ങളെ ബാക്കിയാണെങ്കിൽ അവൻ നാശമടയണ്ടേ, അവൻ തൊലയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന വഹ്ശിക്ക് മാപ്പ് കൊടുത്തു ഇസ്ലാം. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നമ്മൾ പറയണ്ടേ? അള്ളാഹിനോട് പറയാനുള്ള ചരിത്രം പറയാൻ നമുക്ക് സമയമല്ല. സീറത്ത് ഇബ്നു ഹിഷാം ചെയ്യിപ്പിച്ച ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഉഹദിലെ നാശം വിതച്ച ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ പിന്നീട് ഇസ്ലാമിനെ പുൽകി. പിന്നെ അവരുടെ ജീവിതം നന്നായി. അവർ പഴയ ജഹാലത്തിലേക്ക് മടങ്ങിയിട്ടില്ല. അതുപോലെ ഒരു മാറ്റത്തിന്റെ തീരുമാനമെടുത്ത് ഈ റമദാൻ ഒരു ശുദ്ധീകരിച്ചൊരു മനുഷ്യനായി അടുത്ത 11 മാസക്കാലം ജീവിക്കാനുള്ള എനർജിയാണ് ഈ മാസം നമ്മൾ നേടിയെടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വരകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ലേ അല്ലാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിലെ വലിയൊരു സന്തോഷം എന്തെന്നറിയോ? ഇന്ന് നല്ല ജനങ്ങൾ പങ്കെടുത്ത ഒരു സ്റ്റേജ് വേദി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ അതിനേക്കാൾ സന്തോഷം അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ചെറിയ മക്കളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ സാധാരണ കുറവാണ് പള്ളികളിൽ. ഇപ്പോ നമ്മൾ അൽഹംദുലില്ലാഹ് വളർന്നു വരുന്ന മക്കളാണ്. അവരെ ചേർത്ത് പിടിച്ചു, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. നമ്മളുടെ കാലം കഴിഞ്ഞാലും ഇതിനേക്കാൾ പ്രക്ഷോഭിതമായി അൽഹംദുലില്ലാഹ് കേച്ചേരി സലഫി പള്ളിയുടെ വർക്ക് ചെയ്യണം, ദേവാരംഗത്ത് സജീവമാകണം. അപ്പോഴാണ് നമ്മളുടെ ഖബറിലേക്ക് കൂടെ അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്നതിനനുസരിച്ച് അല്ലാഹു പുണ്യം തരാ. അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.